Adobe Illustrator പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന വീഡിയോ സീരീസിൻ്റെ ഒരു എപ്പിസോഡാണിത്. അപ്പോൾ ഇതിൽ വരുന്ന വീഡിയോസും ഇതിൽ വന്നിട്ടുള്ള വീഡിയോസും എല്ലാം ആഡ് ചെയ്ത് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിലോട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് ഇവിടെ മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് ആയിട്ടും കൊടുക്കാം. അതിൽ പോയി കഴിഞ്ഞാൽ ഈ സീരീസിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോയിൽ ഷേപ്പ് ടൂൾസ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് നമ്മൾ വരച്ച് പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് വരച്ച് ഷേപ്പ് ടൂൾസ് പഠിക്കാം. നമുക്കിനി ഇതിലുള്ള കുറച്ച് ഷേപ്പ് ടൂൾസ് പഠിക്കാം. അത് നമുക്ക് വരച്ച് പഠിക്കാം. അതിനാദ്യം നമ്മൾ ഫയൽ, പ്ലേസ്, ഞാൻ ഡിസ്ക്രിപ്ഷനിലൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ഇമേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫയൽ, പ്ലേസിൽ വന്നിട്ട് ആ ഇമേജ് സെലക്ട് ചെയ്ത് ടെംപ്ലേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് പ്ലേസ് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതൊന്ന് വരച്ചെടുക്കാം ഷേപ്പ് ടൂൾസ് വെച്ചിട്ട്. ആദ്യം നമുക്ക് ഔളിൻ്റെ ബോഡി വരയ്ക്കാം. അതിന് റെക്റ്റാങ്കിൾ ടൂളിൻ്റെ അവിടെ പോയതിന് ശേഷം റെക്റ്റാങ്കിൾ ടൂളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എലിപ്സ് ടൂൾ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമുക്കിവിടെ ഈ ഫില്ല് വൈറ്റാണ് കിടക്കുന്നത്, അത് മാറ്റാനായിട്ട് ഇവിടെ നൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ വരയ്ക്കാം. ഷിഫ്റ്റ് പ്രസ് ചെയ്യാതെയാണ് ഞാൻ വരയ്ക്കുന്നത്, കാരണം നമുക്കിവിടെ പെർഫെക്റ്റ് സർക്കിൾ വേണ്ട, ഒരു ഓവൽ ഷേപ്പാണ് വേണ്ടത്. നമുക്ക് ആരോ കീ ഉപയോഗിച്ച് നീക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ബോഡി വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിറകുകൾ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അതിന് ഇവിടെ തന്നെ പോവുക. ഷേപ്സ് എല്ലാം ഇതിന് ഉള്ളിലായിരിക്കും കിടക്കുന്നത്. ഇപ്പോൾ റെക്റ്റാങ്കിൾ ടൂൾ, റൗണ്ടഡ് റെക്റ്റാങ്കിൾ, എലിപ്സ്, പോളിഗൺ, സ്റ്റാർ, ഫ്ലെയർ എല്ലാം ഈ ഒരു ഇതിൻ്റെ അകത്തായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഔളിൻ്റെ ചിറക് വരയ്ക്കാനായിട്ട് പോളിഗൺ ടൂൾ എടുക്കാം. പോളിഗൺ ടൂൾ എടുത്തതിന് ശേഷം, പോളിഗൺ ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സൈഡ്സുള്ള ഷേപ്പ് വേണമെങ്കിലും വരയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് ട്രയാങ്കിൾ ആദ്യം വരയ്ക്കാം. ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് 3 എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കവിടെ ട്രയാങ്കിൾ കിട്ടും. അതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത്, ഇപ്പോൾ ഞാൻ ഓൾട്ട് പ്രസ് ചെയ്തിട്ടാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തത്. ഓൾട്ടൂടെ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷനും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോർഷനും ഒരുപോലെ അഡ്ജസ്റ്റ് ആവും. അതായത് നോക്കിയോ, ഞാനിവിടെ ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ താഴോട്ടും മുകളിലോട്ടും പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഓൾട്ട് പ്രസ് ചെയ്യാതെ ഒന്ന് കാണിച്ചു തരാം. ഓൾട്ട് പ്രസ് ചെയ്യാതെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയറക്ഷനിൽ മാത്രമേ പോവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പോളിഗൺ ടൂൾ എടുത്തതിന് ശേഷം ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്പർ കൊടുത്ത് ഓക്കെ കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഇതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ, ഒരു ട്രയാങ്കിളും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി, ഒരു ട്രയാങ്കിൾ കിട്ടും. ഇപ്പോൾ നമുക്കിത് പല രീതിയിൽ തിരിഞ്ഞു പോവും. അപ്പോൾ അത് തിരിയാതെ കറക്റ്റ് സ്ട്രൈറ്റ് വരണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അത് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് ലോക്കായിരിക്കും. ഞാൻ കൺട്രോൾ സെറ്റ് കൊടുക്കാം. അതിനുശേഷം സെലക്ഷൻ ടൂൾ വെച്ച് ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാം. അതേപോലെ തന്നെ ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്തതിനെ ഞാൻ റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്യുകയാണ്. ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സ്ട്രൈറ്റ് ലൈനിൽ ലോക്ക് ആകാൻ, ഓൾട്ട് പ്രസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ആവാനുമാണ്. ഞാനിതും ഈ ഒരു സൈഡിൽ അതേപോലെ വെച്ചു. എന്നിട്ട് നമുക്കിനി ഈ 2 കണ്ണുകൾ വരയ്ക്കാം. അതിന് വീണ്ടും ഷേപ്പ് ടൂൾസിൽ പോയിട്ട് എലിപ്സ് ടൂൾ എടുക്കുന്നു. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. നമുക്ക് ആ സർക്കിൾ വരയ്ക്കാൻ പറ്റി. ഇനി അതിൻ്റെ ഉള്ളിലൊരു സർക്കിളും കൂടെ ഉണ്ട്. അതിന് ഞാൻ ഓൾട്ട് പ്രസ് ചെയ്ത് സ്ക്രോൾ അപ്പ് ചെയ്തു, അതായത് സൂം ഇൻ ആവും. അപ്പം ഇനി ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യണം. അപ്പോൾ അകത്ത് അടുത്തൊരു സർക്കിളൂടെ നമുക്ക് വരയ്ക്കാൻ പറ്റി. ഇനി ഞാൻ സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഇതിനെ 2നെയും കൂടെ സെലക്ട് ചെയ്തു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത്, എന്നിട്ട് ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്ത് റൈറ്റിലോട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാണ്. അപ്പോൾ എനിക്കിതാ അതിൻ്റെ ഒരു കോപ്പി അതേപോലെ എടുക്കാനായിട്ട് പറ്റി. ഇനി നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കൂടെ ഉണ്ട്. അതിന് നമുക്ക് വീണ്ടും ഇവിടെ പോയിട്ട് പോളിഗൺ ടൂൾ എടുക്കാം. എന്നിട്ട് ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുകയാണ്. എന്നിട്ട് ഇത് സെലക്റ്റഡ് ആയിട്ട് വരും വരച്ച് കഴിയുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് സെലക്ഷൻ ടൂൾ എടുക്കാതെ തന്നെ ഈ വരുന്ന ബോക്സ് വെച്ച് തന്നെ നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ ഒക്കെ പറ്റും. അപ്പോൾ ഞാൻ ഇതിനെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് തിരിക്കുകയാണ്. 45 ഡിഗ്രിയിലായിരിക്കും തിരിയുന്നത്. അപ്പം
45 45 45 എന്നുള്ള രീതിയിലേ തിരിയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തില്ലെങ്കിൽ എങ്ങനെ വേണോ തിരിയും. ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ കണ്ടില്ലേ 45 45 45 അങ്ങനെ വയ്ക്കുന്നു. സെലക്ഷൻ ടൂൾ എടുക്കുന്നു, കറക്റ്റ് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. ഇനി സൂം ഔട്ട് ചെയ്യാം. ഓൾട്ട് പ്രസ് ചെയ്ത് സ്ക്രോൾ ഡൗൺ ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ഒരു ഇമേജ് ചന്ദ്രനെ വരയ്ക്കാം. അതിന് വീണ്ടും എലിപ്സ് ടൂൾ എടുക്കുന്നു, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. നമുക്ക് ഈ സ്റ്റാർ വരയ്ക്കാം. സ്റ്റാർ വരയ്ക്കാൻ എളുപ്പമാണ്. ഇവിടെ തന്നെ ഷേപ്പ് ടൂൾസിൽ പോയതിന് ശേഷം സ്റ്റാർ ടൂൾ എടുക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇവിടെ ചെയ്യാം, അതേപോലെ ഇവിടെ ഷിഫ്റ്റ് ഒന്നും ഞാൻ പ്രസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. നമുക്ക് തിരിക്കുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വലുതാകാനും ചെറുതാക്കാനും പറ്റും. ഇവിടെയും വരയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു വുഡ് പോലത്തെ സംഭവം വരയ്ക്കാം. അതിന് നമ്മൾ റെക്റ്റാങ്കിൾ ടൂളാണ് എടുക്കുന്നത്. റെക്റ്റാങ്കിൾ ടൂൾ എടുത്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം. നമ്മൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എഡ്ജ് രണ്ടും കർവ് ചെയ്യണം. അതിന് നമ്മൾ സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു 4 കോർണേഴ്സിലും ചെറിയൊരു സർക്കിൾ കാണാനായിട്ട് പറ്റും. ഇത് നമ്മൾ സൂം ഔട്ടായിട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സൂം ഇൻ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ സർക്കിൾസിനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് കർവായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കൺട്രോൾ സെറ്റ് കൊടുക്കാം, അൺഡു കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു കോർണർ മാത്രം ആണ് കർവ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ പോയിട്ട് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഇവിടെ ഈ ഒരു കോർണർ മാത്രം കർവ് ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് അതിനെ മാത്രം ഡ്രാഗ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ കൺട്രോൾ സെറ്റ് കൊടുത്ത് അൺഡു കൊടുക്കാം. എന്നിട്ടിപ്പോൾ 2 നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ സെലക്ട് ചെയ്യണം. പക്ഷേ എല്ലാം സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു, അതേപോലെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇതും സെലക്ട് ചെയ്യുന്നു. ഇനി ഞാൻ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 മാത്രം, ഞാൻ സെലക്ട് ചെയ്ത 2 മാത്രം കർവാവും. ഞാൻ കൺട്രോൾ സെറ്റ് കൊടുക്കുന്നു, അൺഡു കൊടുക്കുന്നു. ഞാൻ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് മൊത്തത്തിൽ കർവ് ചെയ്യുന്നു. നമുക്ക് അങ്ങനെയാണ് ഇതിൽ വരച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അതാ ഈ ഒരു പോർഷനും കൂടെ കർവ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അത് നമുക്ക് ഒന്നിച്ച് സെലക്ട് ചെയ്യാം. അതിന് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ടും ഒരേപോലെ നമുക്ക് കർവ് ചെയ്യാൻ പറ്റും. ഒരെണ്ണത്തിൽ തന്നെ ജസ്റ്റ് കർവ് കൊടുത്തു കഴിഞ്ഞാൽ 2 ആയിക്കോളും. ഇനി നമുക്ക് ഈ വരകളും കൂടെ ഒന്ന് വരയ്ക്കാം. അതിന് ലൈൻ സെഗ്മെൻറ്റ് ടൂൾ എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. ഇതിൻ്റെ തിക്നെസ് കൂട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു സ്ട്രോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇത് സെലക്റ്റഡ് ആയിരിക്കണം. ഇത് ഇപ്പം സെലക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം സെലക്ട് ചെയ്തിട്ട് ഇവിടെ അപ്പാരോ അടിച്ചു കൊടുത്താൽ മതി. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വാല്യൂ എൻ്റർ ചെയ്തും കൊടുക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഒരു കോപ്പി കൊണ്ടുവയ്ക്കുന്നു. അതേപോലെ ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് താഴോട്ടും ഡ്രാഗ് ചെയ്ത് വയ്ക്കുന്നു. ഇനി ഇതിനെ നമുക്കൊന്ന് ചെറുതാക്കാം. അതിന് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ക്ലിക്ക് ചെയ്ത് സെലക്റ്റഡ് ആയിന്ന് കാണിക്കാനാണ് ഇത് ഒരു ബ്ലൂ കളർ ഫില്ലായിട്ട് വരും. സെലക്റ്റഡ് അല്ലാത്തിടം ആ ഫില്ല് നമുക്ക് കാണാൻ പറ്റില്ല. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഫില്ലില്ല, ഒരു ബ്ലൂ കളർ ഫില്ല് കാണുന്നില്ല. ക്ലിക്ക് ചെയ്യുമ്പം അവിടെ ഒരു ബ്ലൂ കളർ ആവുന്നു. അപ്പോഴാണ് സെലക്റ്റഡ് ആയി നമുക്കറിയാൻ പറ്റുന്നത്. എന്നിട്ട് ഇതിന് ക്ലിക്ക് ചെയ്ത് അകത്തോട്ട് ഡ്രാഗ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യാത്തതുകൊണ്ട് ഇതായി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ ലോക്കായി നിൽക്കും. ഇവിടെ കൊണ്ടുവച്ച് സെലക്ഷൻ ടൂൾ എടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഔളിനൊരു കളർ കൊടുക്കാം. ഞാൻ ആദ്യം ബോഡി സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് സ്വാച്ചസ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. അതേപോലെ ഇവിടെ നിന്നും കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ സിമ്പിളായിട്ടൊരു കളർ കൊടുക്കാനായിട്ട് ഇവിടെ സ്വാച്ചസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൽ നിന്നൊരു ബ്രൗൺ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ ചിറകുകൾ രണ്ടും ഞാൻ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് അതിന് ഇത്തിരി കൂടെ ഡാർക്ക് കളർ കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്, ഈ 2 ചിറകുകൾ. ഇത് നമുക്ക് ബാക്കിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതിൽ
റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അറേഞ്ച്, ഇതിൽ 2 ഓപ്ഷനുണ്ട് ബാക്കിലോട്ടുണ്ട്. സെൻഡ് ബാക്ക്വേർഡും സെൻഡ് ടു ബാക്കും. സെൻഡ് ബാക്ക്വേർഡ് ആണെങ്കിൽ ഒരു തവണ ബാക്കിലോട്ട് പോവുകയും സെൻഡ് ടു ബാക്ക് ആണെങ്കിൽ ഏറ്റവും പുറകിൽ പോവുകയും ചെയ്യും. നമുക്ക് സെൻഡ് ടു ബാക്ക് കൊടുക്കാം. ഏറ്റവും പുറകിൽ പോയി. ഇതിന് നമുക്ക് ഒരു ഷോർട്ട് കട്ട് കീയും കൂടെ ഉണ്ട്. കൺട്രോൾ അല്ലെങ്കിൽ മാക്കിൽ കമാൻഡ് പ്രസ് ചെയ്തതിന് ശേഷം സ്ക്വയർ ബ്രാക്കറ്റ്സ്, ഇപ്പം ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ബാക്കിലോട്ടും റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഫ്രണ്ടിലോട്ടുമാണ് ഈ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് കൺട്രോൾ ഉപയോഗിച്ചിട്ട് ഇതിനെ പുറകോട്ട് നിൽക്കാം. കൺട്രോൾ പ്രസ് ചെയ്തു ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് അടിച്ചു, അത് ബാക്കിലോട്ട് മൂവായി. ഇത് സെൻഡ് ബാക്ക്വേർഡാണ് പോകുന്നത്. ഓരോന്നായിട്ട് പോകും. നമ്മൾ എത്ര തവണ അത് ക്ലിക്ക് ചെയ്യുന്നു അതനുസരിച്ച് പുറകോട്ട് പോകും. നമുക്ക് ഇതിലിപ്പോൾ ഒരു ഔട്ട്ലൈൻ കിടപ്പുണ്ട്, ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ കിടപ്പുണ്ട്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളിത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സ്ട്രോക്ക് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നൺ എന്നുള്ളത് കൊടുക്കാം. അതേപോലെ ഇതും സെലക്ട് ചെയ്യാം, ഇത് 2 സെലക്ട് ചെയ്യാം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഇത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് നൺ കൊടുത്താലും മതി. നമുക്ക് കണ്ണ് 2 കൂടെ സെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത്, അതായത് ഒരു കണ്ണ് സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് അടുത്ത കണ്ണ്, എന്നിട്ട് വീണ്ടും സ്വാച്ചസിൽ വരുന്നു. ഇവിടെ ഒരു ബ്ലാക്ക് ഫില്ലാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യണം, ഫില്ല് ക്ലിക്ക് ചെയ്യണം. ഇതിങ്ങനെ മുമ്പിൽ വന്നിരുന്ന സ്ട്രോക്കാണ് മുമ്പിൽ വന്നിരിക്കുന്നത്, അപ്പോൾ സ്ട്രോക്ക് ആയിരിക്കും ആവുന്നത്. ഇത് ക്ലിക്ക് ചെയ്താൽ ഫില്ലായിരിക്കും ആവുന്നത്. ഏതാണ് മുമ്പിലിരിക്കുന്നത് അതാണ് വർക്കാവുന്നത്. ഇവിടെയും സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. ഫ്രണ്ടിൽ ഏതാണോ വന്നിരിക്കുന്നത്, ഫില്ലാണോ സ്ട്രോക്കാണോ, അതായിരിക്കും ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഞാൻ ഫില്ല് സെലക്ട് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് കളർ കൊടുത്തു. നമുക്ക് ഈ വുഡ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രോക്ക് സെലക്ട് ചെയ്ത് നൺ കൊടുത്ത് ഫില്ല് സെലക്ട് ചെയ്തൊരു ഡാർക്ക് ബ്രൗൺ കൊടുക്കാം. ഇനി നമുക്ക് ഈ സർക്കിൾ സെലക്ട് ചെയ്തിട്ട് ഇതിനൊരു വൈറ്റ് കളർ കൊടുക്കാം. എന്നിട്ട് ഈ സ്റ്റാർസ് എല്ലാം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യാം. വേണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗും ചെയ്യാം. അപ്പോൾ ആ സ്റ്റാറെല്ലാം സെലക്റ്റായി. അതിന് നമുക്കൊരു വൈറ്റ് കളർ തന്നെ കൊടുക്കാം. എന്നിട്ട് ഇതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അകത്തോട്ട് പോയിക്കോളും. ഇനി ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ലെയർ കൊടുക്കാം. സൂം ഔട്ട് ചെയ്യുന്നു, റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് സ്ട്രോക്ക് നൺ കൊടുക്കുന്നു. ഫില്ല് എടുത്തിട്ട് ഇവിടെ ഫില്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഞാനൊരു ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡ് കൊടുക്കാം. ഓക്കെ കൊടുക്കുന്നു. ഒരു ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അറേഞ്ച് സെൻഡ് ടു ബാക്ക് കൊടുക്കണം. ഏറ്റവും ബാക്കിൽ പോകും. നമുക്ക് സൂം ചെയ്ത് നമുക്ക് ഈ സ്റ്റാറിൻ്റെയൊക്കെ സ്ട്രോക്ക് മാറ്റാം. ഇതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സ്ട്രോക്ക് സെലക്ട് ചെയ്ത് നൺ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്കായിപ്പോയി. അപ്പോൾ നമുക്കൊന്നുകൂടെ ഇവിടെ ഫില്ല് അല്ലെങ്കിൽ ഇവിടെ ഈ ട്രയാങ്കിൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫില്ലിൽ വന്നിട്ട് ഇത്തിരി കൂടെ ലൈറ്റ് ആക്കാം. ഓക്കെ, ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഷേപ്പ് ടൂൾസ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ പോയി അത് ഡൗൺലോഡ് ചെയ്ത് ഇതേപോലെ ഒന്ന് വരച്ച് നോക്കുക. ഇത് ജസ്റ്റ് നമ്മൾ ഷേപ്പ് ടൂൾസിനെ തുടക്കത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി, അത് വരച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. നമുക്ക് ഇങ്ങോട്ട് സൂം ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ട്രോക്കിൻ്റെ അറ്റം ഞാൻ ഇതിൻ്റെ കളർ മാറ്റാം. ഇതിൻ്റെ കളർ മാറ്റി വൈറ്റ് ആക്കാം. നമുക്ക് ഈ ഒരു സ്ട്രോക്കിൻ്റെ അറ്റം എന്താക്കണ്ടില്ലേ, ഒരു ഇങ്ങനെ എഡ്ജായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എഡ്ജ് മാറ്റാനായിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് സ്ട്രോക്കിൽ പോവുക. റൗണ്ട് ക്യാപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് റൗണ്ടായിട്ട് വരും. ഇതേ സ്ട്രോക്കിൻ്റെ ഓപ്ഷൻ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്താലും മതി. ഇതും കൂടെ ഞാൻ സെലക്ട് ചെയ്തിട്ട് സ്ട്രോക്ക് റൗണ്ട് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് രണ്ടും സെലക്ഷൻ ടൂൾ വെച്ച് സെലക്ട് ചെയ്ത് അകത്തോട്ട് കയറ്റി വയ്ക്കാം. ലെഫ്റ്റിലും അതേപോലെ സെലക്ട് ചെയ്യുന്നു. സ്ട്രോക്ക് ക്യാപ്പ് റൗണ്ട് ക്യാപ്പ് കൊടുക്കുന്നു. അകത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നു.
സെലക്ട് ചെയ്ത് നമുക്ക് ഒരു കൂടെ ലൈറ്റായിട്ടുള്ള കളർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉള്ളിലോട്ട് പോകും, ഇല്ലെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഷേപ്പ് ടൂൾസ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് വരച്ച് പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയി ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഷേപ്പ് ടൂൾസ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഫ്യൂച്ചറിൽ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, അവിടെ നമ്മൾ പ്ലേസ് ചെയ്യും. അഥവാ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നോ അപ്ഡേറ്റ്സ് എന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.